അത് അകലെയുള്ള ആൾക്കാരാണ്. കൃപാസനത്തിൽ വന്ന് എത്തുന്നത് വരെയുള്ള സമയങ്ങളിൽ കൃപാസന അനുഗ്രഹത്തിൽ നിന്നുള്ള നിക്ഷേപത്തിൽ നിന്ന് അവർക്ക് ദൈവം അനുഗ്രഹം കൊടുക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇവർ കോവിഡ് കാലത്ത് അമ്മ തന്നാണ് ഓൺലൈൻ ഉടമ്പടി. കോവിഡിനെ ഇങ്ങോട്ട് അടക്കാൻ പറ്റാത്തത് നിൽക്കാൻ നമ്മൾ ഇതെല്ലാം അടച്ചിട്ടൊക്കെയായിരുന്നു 1 കൊല്ലം 1.5 കൊല്ലമാവട്ടെ. അപ്പോഴാണ് അമ്മ ഓൺലൈൻ ഉടമ്പടി തന്നത്. ഓൺലൈൻ ഉടമ്പടി തന്നപ്പോൾ ആ ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് ഒരു ഡെമോ ചെയ്തപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു, അച്ഛാ ഇത് നമ്മുടെ യഥാർത്ഥ ഒറിജിനൽ ഉടമ്പടി പോലെ ഫലിക്കുമോ ഇത്? അപ്പോൾ ഞാൻ ഒന്നും അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞില്ല. കാര്യം നമ്മളെന്ത് കൃത്രിമമായിട്ട് രൂപം ഉണ്ടാക്കിയെടുത്തതാണെന്നാണ് വിചാരിച്ചത്. അവർ ഓൺലൈൻ ഈ തീർത്ഥാടന ഉടമ്പടിയാകുമ്പോൾ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, രോഗികളെ പോയി കാണണം, അങ്ങനെ എന്തുമാത്രം ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണം, കുറേ ചെയ്യാനുള്ള വർക്ക് എക്സർസൈസുകളില്ലേ, അതൊന്നും ഇതിനകത്തില്ലല്ലോ. ഞാൻ എല്ലാം ഇതിനകത്തുണ്ട്. ആൾക്കാർ ചെയ്താൽ മതി. കാര്യം നമ്മളെ എന്ത് ചെയ്യണം എന്നല്ല പ്രശ്നം, ആര് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ട് നിങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉടമ്പടിയിൽ വൈറ്റോ ബ്ലാക്കോ ആകണത് നിങ്ങളുടെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടമ്പടി ബ്ലാക്ക് ആക്കാൻ പറ്റും. എന്താ കാര്യം? അതുകൊണ്ടാണ് ഞങ്ങളെ ഈ 65 വയസ്സുകാരെ കൊണ്ട് ഉടമ്പടി ചെയ്യിക്കാത്തത്. കാര്യം അവർ പ്രാർത്ഥിക്കാൻ മാത്രമേ ചെയ്യത്തുള്ളവർ. അവർ പ്രാർത്ഥിക്കുക, അവർ പത്രങ്ങൾ കൊണ്ട് കൊടുക്കുകയോ അതൊക്കെ വിശദീകരിക്കുക. ഒന്നാമത് അവർക്ക് പത്രം വായിക്കാൻ കണ്ണു കാണാൻ പാടില്ല. പലർക്കും സ്വന്തമായിട്ട് പത്രം വായിക്കാൻ കണ്ണു കാണാൻ പാടില്ലാത്ത ആൾക്കാരെങ്ങനെ പത്രം വായിക്കണത്? അവർ വായിക്കത്തില്ല, മനസ്സിലാക്കത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയൊക്കെ എടുക്കണമെങ്കിൽ തന്നെ ഇവിടെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കണ്ണ് ഡോക്ടറിനെ വെക്കേണ്ടതാണ് ഇവിടെ. കാര്യം അത് ശരിയായാൽ മാത്രമേ ബാക്കിയെല്ലാം ശരിയാകത്തുള്ളൂ. കാര്യം ഇവരെത്ര പേര് ഈ പത്രം വായിക്കുന്നുണ്ട്? ഈ 18 പത്രവും മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ എത്ര പേര് ആ പത്രം വായിക്കുന്നുണ്ട്? മറ്റുള്ളവൻ്റെ മേൽ വായിക്കുത്തിക്കരണം എന്നല്ല, നിങ്ങളിത് വായിക്കുന്നുണ്ടോ? നിങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ പ്രധാന കുറിപ്പ് നിങ്ങൾ വായിക്കുന്നുണ്ടോ? നിങ്ങളിതൊന്നും വായിക്കാതെ ഈ കിട്ടിയ സംഭവം ഒരു കടമ നിർവഹിക്കണ പോലെ മറ്റുള്ളവന് മോന്തക്കെട്ട് എറിഞ്ഞും പോയി കഴിഞ്ഞാൽ ഇത് ബ്ലാക്ക് ഉടമ്പടി എന്ന് പറയും. ബ്ലാക്ക് കവനൻറ്റ്. അതാരാണ്? നിങ്ങൾ ബ്ലാക്ക് ആയത് കൊണ്ടാണ് കവനൻറ്റ് ബ്ലാക്ക് ആകണത്. വൈറ്റായിട്ടുള്ള ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ അവരെടുക്കുമ്പോൾ അവരത് തന്നെ എല്ലാം മൊത്തം ഇരുന്ന് വായിക്കും. വായിച്ചതിന് ശേഷം ദൈവസ്നേഹം നിറയും. എന്നിട്ട് അവർ ദൈവത്തെക്കുറിച്ച് ആൾക്കാരോട് പറയും. അതാണ് വൈറ്റ് ഉടമ്പടി എന്ന് പറയണത്. അതിലേക്ക് വരണം. കാര്യം ജനങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകുകയും ദൈവത്തെ അവർ അറിയുകയും നീതിയുടെ മാർഗത്തിലേക്ക് സമൂഹം പരിവർത്തനം ചെയ്യപ്പെടണം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇത് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം സിമി നേഴ്സിൻ്റെ ഒരു നേച്ചർ എന്ന് പറയണത് അവർ ബേസിക്കായിട്ട് സീരിയസ് ആണ്. അധികം ചിരിക്കത്തൊന്നുമില്ല. അവർ സീരിയസ് ആണ് വിഷയം. ചില ആൾക്കാരുണ്ടല്ലോ ഈ എപ്പോഴും നേച്ചർ സീരിയസ് ആയിരിക്കും. അത് ഒത്തിരി സംസാരിക്കത്തില്ല. പിന്നെ എപ്പോഴും ഇങ്ങനെ സൗമ്യമായി സംസാരിക്കത്തില്ല. അപ്പം അങ്ങനെ ഒരു ലീഡർഷിപ്പിന് പറ്റുന്ന ആളാണ്. ഇച്ഛാശക്തിയൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ഇവരുടെ നേച്ചർ അനുസരിച്ച് ഇവർ സംഭവം ഏറ്റില്ലെങ്കിൽ ഒരിക്കലും ഏക്കത്തില്ല. ഏറ്റാൽ ഒരു 1.5 ഏപ്പായിരിക്കും. അങ്ങനെ ആൾക്കാരുണ്ട്. നമ്മുടെ എല്ലാ മനുഷ്യരും കാണാം. ചിലയൊക്കെ നമുക്ക് വയറ് നോക്കി മനസ്സിലാക്കാൻ പറ്റും എന്ത് ടൈപ്പാണെന്ന്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ആവശ്യമില്ലെങ്കിലും ചില കൊള്ളാന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. അവരെ ഒന്നും ഏൽപ്പിക്കാൻ കൊള്ളത്തില്ല. ഒരു സാധനം ചെയ്യത്തില്ല, മടിയായിരിക്കും. ചെയ്യും. ഈ വവ്വാൽ കടിച്ച പോലെ കിടക്കും. ഈ വവ്വാൽ തങ്ങലിങ്ങൊക്കെ കടിച്ചിട്ട് അതിന് തിന്നാൻ പറ്റില്ല. അതിൻ്റെ കയ്യും താഴെ വീഴും, താഴെ കിടക്കുകയും ചെയ്യും. അത് അങ്ങനെ പണ്ട് ഈ തല്ലി തങ്ങാൻ സാധനമില്ലേ നമ്മുടെ കേരളത്തിലെ ബദാം, അത് ഒരു സ്ഥലത്തിൽ അവർ സത്യപ്പെടുത്താൻ പറ്റത്തില്ല. അവരിങ്ങനെ ചിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ചിരിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ടൂറ് ഇങ്ങനെ കറങ്ങി കിടക്കും, ഇങ്ങനെ കൂട്ടായ്മയിലൊക്കെ ഈ കുത്തിയിരിക്കും, എന്തൊക്കെ കുറേ വെടി വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു പണി അവരെ ഏൽപ്പിക്കാൻ കൊള്ളത്തില്ല. കാര്യം അവരുടെ ബോഡി ആ ടൈപ്പാണ്. വിസറട്ടോണിക് എൻഡോമോർഫ് എന്ന് പറയും. അത് നമ്മുടെ ഈ നമ്മുടെ ഈ അണ്ടം വികസിക്കുമ്പോൾ തന്നെ അകത്തെ ചുവപ്പ് കാമ്പാണ് കൂടുതൽ പ്രിഡോമിനൻ്റായിട്ട് വളർന്നു വരണമെങ്കിൽ അവർക്ക് കല്യാണം ഭയങ്കര ഇഷ്ടമായിരിക്കും. മരണത്തിലൊന്നും പോകത്തില്ല അധികം. മരണത്തിൽ പോയാൽ തന്നെ അവിടെ പോയിരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ ആരുടെയെങ്കിലും പെട്ടയ്ക്ക് തൂങ്ങി വല്ല വെള്ളം അടിക്കാനും പോയിട്ട് അവിടെ ഷാപ്പിൽ ഇരുന്ന് വർത്താനം പറയും, ബാറിലിരുന്നുകൊണ്ട്. അങ്ങനെ ടൈപ്പുണ്ട്. അങ്ങനെ ഓരോ മനുഷ്യർ ഇവരെന്ന് പറഞ്ഞാൽ സീരിയസ് ബോഡിയാണ് ഇവരുടെ. ഇപ്പം ഇവർ ഒരു കാര്യം പറഞ്ഞാൽ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇവർ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പിന്നെ എന്താ സംഭവം? ഇവർ മൊത്തം അങ്ങോട്ട് അതിൻ്റെ അകത്ത് ആ ഓൺലൈൻ ഉടമ്പടിയാണല്ലോ എടുത്തതെന്നല്ല, അവർ കൃത്യമായിട്ട് വചനം വായിക്കാൻ തുടങ്ങി.
ഒരാളിൻ്റെ മാറ്റം കണ്ടില്ലേ? ഇവിടെ വന്നിട്ട് മാതാവ് അവധിയിലാണെന്ന് പറഞ്ഞ് പോയ പാർട്ടിയാണ്. ആ ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടനെ അവർ കൃത്യമായിട്ട് വചനം വായിക്കാൻ തുടങ്ങി. 5:30 എഴുന്നേറ്റ് വചനം വായിക്കും, ഇംഗ്ലീഷ് പത്രം കൂടുതൽ വരുത്തിക്കും, എന്നിട്ട് ഓരോ ഇംഗ്ലീഷ് പള്ളിയിൽ കൊണ്ടേ കൊടുക്കും. ഇംഗ്ലീഷ് പത്രമല്ലേ? അപ്പോൾ ആ ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റി അവിടെ ഇംഗ്ലണ്ടിലുണ്ടല്ലോ, ലണ്ടനിൽ ഇംഗ്ലീഷ് കമ്മിറ്റി ഉണ്ട്, പള്ളിയുണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി സായിപ്പന്മാരോട് കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കും. കണ്ട, അവർ പത്രം കൊടുക്കുക മാത്രമല്ല ചെയ്യണത്, പിന്നെ എന്താണ്, മറ്റൊരു സമൂഹത്തോട് കർത്താവിൻ്റെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ സീരിയസാണ്, വൈറ്റ് ഉടമ്പടിയാണത്, സീരിയസ് ആയ വിഷയം. സീരിയസ് ആയപ്പോൾ സിമി പറയുന്നൊരു സംഭവമുണ്ട്, മകൻ്റെ കാര്യം ഞാൻ മറന്നുപോയെന്ന്. അതിന് അഭിഷേകം എന്ന് പറയണത്. തന്നെയല്ല, മകനെക്കുറിച്ച് ആ സ്കൂളിൽ ചേർത്തപ്പോൾ എന്നെ അവിടുന്ന് എല്ലാവരും വിളിക്കാൻ തുടങ്ങി. എന്താണ്, അവിടുത്തെ ഹെഡ് മിസ്സസ് വരെ എന്നെ വിളിച്ചു. എന്താണ്, മകൻ്റെ നല്ല നല്ല കാര്യങ്ങൾ പറയാൻ വിളിച്ചെന്ന്, അവൻ്റെ സ്വഭാവവും. അപ്പോൾ ദൈവം ആ ഉടമ്പടി എടുത്തെന്നർത്ഥം. എന്താ കാര്യം, ദൈവത്തിൻ്റെ ഉടമ്പടി സിമി എടുത്തു. സിമി സീരിയസ് ആയി. ഇത് പണ്ട് ഉടമ്പടിയുടെ കാലം തുടങ്ങിയപ്പോൾ ദൈവം എന്നോട് പറയുന്നൊരു വാക്ക് ഉണ്ടായിരുന്നു. അത് ഒത്തിരിപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ, ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ്. അതാണ് ഉടമ്പടിയുടെ ഒരു ഇക്വേഷൻ, സമവാക്യം എന്ന് പറഞ്ഞ ഇതാണ്. നമ്മൾ സീരിയസ് ആണെങ്കിൽ ദൈവവും സിൻസിയറാക്കി ഈ വിഷയത്തിൻ്റെ മേലെ നേരെ മറച്ചു. അപ്പം നമ്മളിതിൽ അഴകുഴമ്പൻ ഉടമ്പടി എടുത്തിരിക്കണമെങ്കിൽ ഈ വിഷയം മുമ്പത്തേക്കാൾ അളിയാൻ സാധ്യതയുണ്ട്. വെറുതെ അതാണ് ഞാൻ പറയണത്, ആലപ്പുഴ വന്ന് പണി മേടിക്കരുതെന്ന് പറയത്തില്ലേ, അതിൻ്റെ കാരണം അതാണ്. എന്താ കാര്യം, ചില ആൾക്കാർക്ക് ഇതെടുക്കാൻ അർഹതയില്ല. അവർ ടേസ്റ്റ് ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വന്ന ആൾക്കാരാണ്. ഇട്ട് നോക്കാം, ഇങ്ങനെ കൊത്തുണ്ടാന്ന് നോക്കി, ചൂണ്ടയിടത്തില്ല, കൊത്തി നോക്കാം, മീനുണ്ടെങ്കിൽ പിടിക്കുകയാണെങ്കിൽ, ഒരു സംഭവമെങ്കിലും നടന്നാൽ നമുക്ക് പത്രം കൊടുക്കാം, പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് നേരത്തെ എഴുന്നേക്കാം. ഒരു സംഭവമെങ്കിലും നടന്നു കിട്ടിയാൽ പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് നേരത്തെ എഴുന്നേക്കാം, 5:30 എഴുന്നേക്കാം. ഒരു സംഭവം നടന്നില്ലെങ്കിൽ പാർട്ടി പണ്ടത്തതുപോലെ 7 മണിക്ക് എഴുന്നേക്കത്തുള്ളൂ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ കഴിഞ്ഞിരിക്കുന്ന സമയം. ഇതാണ് ഈ ബ്ലാക്ക് ഉടമ്പടി എന്ന് പറയണത്. നിങ്ങൾ അതിൻ്റെ അകത്ത് കാര്യം, ഇതിൻ്റെ അകത്തൊരു നീതിയുടെ മാർഗമുണ്ട്. നീതിയുടെ മാർഗത്തിൻ്റെ 2ാം സെക്ഷൻ വായിച്ചേ. ശ്രുതികട ഹല്ലേലൂയ. അവനിൽ വിശ്വസിച്ചു, നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. വിശ്വസിക്കത്തക്ക വിധം. അപ്പോൾ വിശുദ്ധ ലൂക്കായുടെ മത്തായിയുടെ സുവിശേഷം 21:32 എന്താ പറയണത് എന്ന് പറഞ്ഞ, വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. ഇപ്പൊ കാര്യം പിടിയിട്ടില്ലേ? കാര്യം അനുദപിച്ചാൽ മാത്രമേ നമ്മൾ വിശ്വാസിയാണെന്ന് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അവിശ്വാസിയാണ്. ഇത് ഒറ്റ നടക്ക പോകത്തില്ല ഏട്ടാ. മനസ്സിലായില്ലേ? ഒന്നിനു വായിച്ചത് 21:32. എന്തെന്നാൽ എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. അപ്പൊ കണ്ടിട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവർ ദൈവാനുഭവം പ്രാപിക്കുന്ന കാണുന്ന എവിടെയാണ്? സാക്ഷ്യമല്ലേ? മനസ്സിലായില്ലേ? മറ്റുള്ളവരുടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? സാക്ഷ്യം കേൾക്കുമ്പോഴാണ്. ഈ സാക്ഷ്യം കേട്ടിട്ടും നമ്മൾ എന്ത് ചെയ്തില്ല? അനുദപിച്ചില്ല. അപ്പൊ സാക്ഷ്യം എന്തിനുള്ളതാണ്? അനുദപിക്കാനുള്ളതാണ്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. അവനോട് ചോദിച്ചു. പട്ടണക്കാർ മാറ്റി. അടുത്ത ശ്രോതാക്കൾ ആരാണ്? ജനക്കൂട്ടമാണ്. ജനക്കൂട്ടം ഈ പ്രസംഗം കഴിഞ്ഞ്, യോഹന്നാൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ, നീതിയുടെ മാർഗത്തിൻ്റെ സുവിശേഷം കഴിഞ്ഞപ്പോൾ, ഇത് എൻ്റെ ഒരു പോപ്പുലേഷൻ, അവിടുത്തെ ഉണ്ടായിരുന്ന പബ്ലിക് മുഴുവനും യോഹന്നാനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം സുവിശേഷം കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ അടുത്ത ചോദ്യം എന്താണ്? ഞങ്ങൾ എന്ത് ചെയ്യണം, അല്ല എന്ത് ചെല്ലണമെന്നല്ല. മനസ്സിലായില്ലേ? ഇതാണ് വ്യത്യാസമുണ്ട് ഇതിനകത്ത്. നീതിയുടെ മാർഗം എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടതെന്നല്ല ചോദിക്കണത്, പിന്നെ എന്താണ് ചെയ്യേണ്ടത്. അതാണ് അവൻ പറയണത് പോലെ ചെയ്യുക. ഉടമ്പടി. അപ്പം നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാനാണ് ഈ പറയണത്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ എന്താ യോഹന്നാൻ പറഞ്ഞത്? അവൻ പറഞ്ഞു രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ.
ഇപ്പം എന്താണ് സിമി ചെയ്യണത്? സിമിയുടെ കയ്യിൽ ഭക്ഷണമുണ്ട്, പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് ഭക്ഷണം ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ നമ്മുടെ തേനില്ലേ, തേന് നേരത്തെ എടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് അതെവിടുന്ന് ഖാദിയുടെ മദ്ര ഇവിടെ ജാർഖണ്ഡിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്നത്, അത് നമ്മൾ കട്ട് ചെയ്തിട്ട് കാഞ്ഞിരപ്പള്ളി രൂപതയെ വിളിച്ച് പറഞ്ഞു ഇതിൻ്റെ പ്രോസസ്സ് ചെയ്യണ മെഷീനുണ്ട്. അപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു അത് വലിയ പാടാണ്, 8 ലക്ഷം രൂപയാണ് ആ മെഷീന്. ഞാൻ വെച്ചാൽ ആ മെഷീനിൽ തേന് ചെയ്ത് തന്നില്ലെങ്കിൽ, തേന് പ്യൂരിഫൈ ചെയ്ത് തന്നില്ലെങ്കിൽ അമ്മമാരും കുഞ്ഞുങ്ങളുമാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് മെഡിക്കൽ പ്രോബ്ലംസ് സീരിയസ്നെസ് ഉണ്ടാകും. അപ്പം നിങ്ങളുടെ സൈൻ ഈ തേന് കഴിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ അവരെ ആരാ അന്വേഷിക്കണം എന്നുള്ളത് അതിൻ്റെ അകത്ത് ഫുഡ് നിയമം അനുസരിച്ച് കൊണ്ട് അതിൻ്റെ അകത്ത് എഴുതി വെക്കണം. ഫോൺ നമ്പർ എഴുതി വെക്കണം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും അത്രയും സീരിയസ് ആണ് വിഷയങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലണ്ടിൽ ഇങ്ങനെ ഭക്ഷണം കൊടുക്കാനേ പറ്റത്തില്ല. നമ്മൾ പൊതിച്ചോറ് കൊണ്ടേ കൊടുക്കത്തില്ലേ, ആ പൊതിച്ചോറിൻ്റെ അകത്ത് ബാക്ടീരിയ ഉണ്ട്, അത് എപ്പോഴാണെന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടി അവിടെ കട്ട് ചെയ്തിരിക്കും. അവർക്ക് അവരുടെ സംവിധാനമുണ്ട്, ഫുഡ് ബാങ്ക് എന്ന സംവിധാനമുണ്ട്. ഫുഡ് ബാങ്ക്, ആ ഫുഡ് ബാങ്കിലേക്ക് നമ്മൾ കൊണ്ടേ കൊടുക്കാം. അപ്പോൾ അവർ ആ ഫുഡ് കറക്റ്റാണെന്ന് കണ്ടാൽ അവരത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ സിമി എന്താ ചെയ്യണത്? ഭക്ഷണത്തിൻ്റെ പൈസയോ ഭക്ഷണമോ ബ്രാൻഡഡ് ആയിട്ടുള്ള ഫുഡ് വാങ്ങിച്ചിട്ട് ഈ ഫുഡ് ബാങ്കിൽ കൊണ്ടേ കൊടുക്കും. എന്തുമാത്രം മനുഷ്യർ വർക്ക് ചെയ്യുന്ന ഉടമ്പടി നീതിയുടെ, അതാണ് നീതിയുടെ മാർഗമെന്ന് പറയണത്. അപ്പോൾ ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ അത് കൊടുക്കാൻ പറ്റത്തില്ല, ഇവിടെ ഇന്നൊക്കെ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് നമ്മളിരിക്കും. പക്ഷേ അവരതല്ല, അവർ സീരിയസ് ലേഡിയാണ്. ഇവിടെ ഭക്ഷണം ഇങ്ങനെ പൊതിച്ചോറ് കൊടുക്കാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ അവിടുത്തെ സംവിധാനം എന്താണ്? തിരക്കണം. അതാണ് ആത്മാർത്ഥത. ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് അവിടുത്തെ മാർഗം? അപ്പോൾ തിരക്കി പറഞ്ഞു ഇവിടെ ഫുഡ് ബാങ്ക് ഉണ്ട്, അവിടെ കൊണ്ടേ കൊടുത്ത ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് അത് കൈകാര്യം ചെയ്യണത്. ഗവൺമെൻറ് ലോ അനുസരിച്ചുകൊണ്ട് അവർ തന്നെ വേണ്ട സ്ഥലത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളൂ. അപ്പോൾ ഇവർ പിന്നീട് കൊള്ള പൈസ കിട്ടുന്നതനുസരിച്ചുള്ള ഫുഡ് ബാങ്കിനെ സഹായിക്കാൻ തുടങ്ങി. എന്താ കാര്യം? ഭക്ഷണമുള്ളവൻ ഭക്ഷണമില്ലാത്തവന് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ തന്ന വസ്ത്രം എല്ലാം എന്താ ചെയ്തിരിക്കണത്? ആ വസ്ത്രം നിങ്ങൾ ഇവിടെ ഒരു 2 ലോറിക്കാൻ പറ്റിയ വസ്ത്രം നിങ്ങൾ തന്നിട്ടുണ്ട്. നല്ല പുതിയ വസ്ത്രങ്ങളാണ് പലരും തന്നത്. അതപ്പം തന്നെ വയനാടിന് ഉരുൾപൊട്ടിയെന്ന് കേട്ട് അവിടെ ആൾക്കാർ അഭയാർത്ഥികളായി പോയെന്ന് കേട്ടപ്പോൾ തന്നെ എന്ത് ചെയ്ത്? അപ്പം തന്നെ ഇവിടുന്ന് 2 വണ്ടി നിറച്ച് ഉടുപ്പുമായി പോയി. ഉടുപ്പും പിന്നെ ഒരു 10 ചാക്ക് അരിയും പയറും എല്ലാമായിട്ട് പോയി. പിന്നെ പൈസയും കൊടുത്തു. എമർജൻസി കാര്യം അവിടെ നമുക്ക് വെച്ച് താമസിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കൊക്കെ ഇതൊക്കെ പിരിവെടുത്തൊക്കെ വരണം. ഞങ്ങൾക്കിവിടെ ഇതിന് സംവിധാനമുണ്ട്. അത് നിങ്ങൾ തന്നെ സംവിധാനമാണ്, ഉടമ്പടിയുടെ ഭാഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി നിലനിൽക്കുന്നത് എപ്പോഴും ചെയ്യുന്നതിലാണ്. അതാണ് നീതിയുടെ മാർഗം. ഇപ്പം ജനക്കൂട്ടത്തോട് പറഞ്ഞത് എന്താണെന്ന് അറിയാവോ? നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. പിന്നെന്താ പറഞ്ഞത്? നിങ്ങൾ വസ്ത്രം കൊടുക്കണം. ഇപ്പോൾ പുതിയൊന്നും അല്ലേ, ഉടമ്പടിയിലുള്ളതാണ്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് വചനം കേട്ടവർ ചോദിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യണം? എന്താണ് നിങ്ങൾ ചെയ്തത്? ദൈവത്തെ അവൻ പറയണ പോലെ ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ്? ഒന്നാമത്തെ എൻ്റെ സഹോദരനോട് ഞാൻ കാലെ പിടിച്ച് പറയുകയാണ്, നമ്മൾ എന്ത് ചെയ്താലും മുതലാകാത്ത ഒരാളാണ് മോളിൽ തലക്ക് തൂങ്ങി വിറകെ തൂങ്ങി നന്നായിട്ട് കിടക്കണത്. എന്താ കാര്യം? അങ്ങയുടെ കയ്യിലുള്ള മൊത്തം അങ്ങനെ ചെലവഴിച്ച്. ഇപ്പം മടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കർത്താവിനെ കുറിച്ച് രൂപം കാണാൻ. എന്താ കാര്യം എന്നറിയാമോ? മടി തുറന്നിട്ടിരിക്കണം, ഇനി ഒന്നും ഇല്ലെന്ന് പറയും. ഇനി ഒന്നുമില്ല, തരാനുള്ള എല്ലാം തന്ന്. കേട്ടോ, മടി തുറന്ന് കിടക്കണം. കണ്ടില്ലേ? മടി തുറന്ന കർത്താവിൻ്റെ കുരിശുരൂപം കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറയെ. ശരിക്കും പറഞ്ഞാൽ ഇനി ഒന്നുമില്ല. ഇതുതന്നെ അപ്പായിക്കും സംഭവിച്ചത്. അപ്പായി ഇതുതന്നെ പറയും, എന്താണ്? തൻ്റെ ഏകജാതിനെ നൽകാൻ തക്ക വിധം എന്ന് പറഞ്ഞ് തൻ്റെ ഏകജാതിനെ നൽകാൻ തക്ക വിധം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. വിശ്വാസത്തിൽ ഈ ശ്രീമി വളരണ, ഈ ഹെഡ് നേഴ്സ് വളരണ കണ്ടില്ലേ? അത് കാര്യം എന്താണ്? അത് അനുതാപത്തിൻ്റെ ഫലങ്ങൾ അവർ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇവർ പറയണതേ, ഞാൻ ഹെഡ് നേഴ്സാണ്, എനിക്ക് പേഷ്യൻ്റ് കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. 20 കൊല്ലമായില്ലേ അവിടെ വർക്ക് ചെയ്യണത്. അവർ ഹെഡ് നേഴ്സാണ് അവിടുത്തെ. അവർക്ക് പേഷ്യൻ്റ് കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. വാർഡിൽ പോവുകയും പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുക പരിപാടിയൊന്നുമില്ല.
നേഴ്സുമാരുടെ ആ വാർഡിലൊക്കെ നിശ്ചയിച്ചിരിക്കുന്ന നേഴ്സുമാരുടെ കാര്യം ഡ്യൂട്ടിക്ക് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്താൽ മതി. പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പൊതുവെ സീരിയസ് ആണ്, ഹെഡ് വെയ്റ്റോട് കൂടി ജീവിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് കർത്താവിൻ്റെ ജോലി ചെയ്യണമെങ്കിൽ ഹെഡ് വെയ്റ്റിൻ്റെ ആവശ്യമില്ല. ഞാൻ അന്ന് മുതൽ എല്ലാ വാർഡിലും പോകും. ഞാനോട് പറയും ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ പറയും. എന്ത് മാറ്റമാണെന്ന് ചോദിക്കേ. അവർ 20 കൊല്ലം ഹെഡ് നേഴ്സായിട്ടിരുന്നിട്ട് ഓഫീസിൽ ജോലി ചെയ്ത ആളാണ്. ഇപ്പം ഞാൻ എടുത്തു ചാടിയേ സംസാരിക്കത്തുള്ളൂ. എന്നെ കാണുമ്പോൾ തന്നെ മറ്റു നേഴ്സുമാർക്ക്, താഴെയുള്ള നേഴ്സുമാർക്ക് പേടിയാണ്. ഇപ്പം ഞാൻ അവരോട് സൗമ്യമായി സംസാരിക്കുന്നുണ്ട്, ശാന്തമായി സംസാരിക്കുന്നുണ്ട്. അവരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള മാനസികാവസ്ഥ എനിക്കുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞാനത് തിരക്കുന്നുണ്ട്. ഇവരങ്ങ് ടോട്ടലി മാറി, അവരൊരു സൗമ്യതയായി മാറി. സൗമ്യതയെന്ന് പറയുന്നത് ഉടമ്പടി ചെയ്യുന്ന വ്യക്തികൾക്ക് സൗമ്യത നിങ്ങൾക്കറിയാമോ? സൗമ്യത ഒരു കോമ്പൗണ്ടാണ്. സൗമ്യത എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ഗ്രേസാണ്. സൗമ്യത എന്ന് പറയണത് ഭയങ്കര പാടാണ്. എനിക്കൊക്കെ സൗമ്യതയൊക്കെ വരണമെങ്കിൽ 1000 കിലോമീറ്റർ നടക്കാൻ ഓടേണ്ടി വരും. എന്തുകഴിഞ്ഞാൽ എനിക്ക് അല്പം തെറ്റിക്കണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ എൻ്റെ മുഖം മാറും. എനിക്കറിയാം എന്നത്തോട് തന്നെ ഞാൻ യുദ്ധം ചെയ്താണ് ഞാൻ ഇവിടെ ജീവിക്കണത്. എന്താ പ്രശ്നം? സൗമ്യത എന്ന് പറയണമ്പോൾ ആദ്യം സ്നേഹം, പിന്നെ ക്ഷമ, പിന്നെയാണ് സൗമ്യത വരണത്. അതാണ് കോമ്പൗണ്ട് ഗ്രേസ് എന്ന്. ഇതൊക്കെ ഞാൻ കർത്താവ് എന്നോട് പറഞ്ഞ രഹസ്യങ്ങളാണ്, ആത്മീയ രഹസ്യങ്ങൾ, അല്ലാതെ ഞാനൊരിടത്തും പഠിച്ചതല്ല. സൗമ്യത എന്ന് പറയുമ്പോൾ ആദ്യം കഴിഞ്ഞ സ്നേഹമാണ് വരണത്. ഇപ്പം തൻ്റെ ഈ കൊടുക്കണേ നൽകണേ എന്താണ്? ആരൊക്കെ എന്തായാലും എന്തെങ്കിലും നൽകണമെന്ന് തോന്നണേ എന്താണ്? സ്നേഹമാണത്. അതാണ് തൻ്റെ ഏകജാതന് നൽകാൻ തക്ക വിധം. അത് 3:16 വായിച്ചേ, യോഹന്നാൻ 3:16. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എത്രമാത്രമാണെന്ന് ഒരു പിടിയുമില്ല. അത് ഇത്രമാത്രമെന്ന് ദൈവം പറയും. നീ എന്നെ എന്തുമാത്രം സ്നേഹിച്ചെന്ന് ചോദിച്ചാൽ ദൈവം പറയും, നീ കുരിശിട്ട് നോക്കി, എൻ്റെ ഏകജാതനെ ഇതുപോലെ നൽകാൻ തക്ക വിധം അത്രമാത്രം സ്നേഹിച്ചു. ഇപ്പം കുരിശുരൂപം കാണുമ്പോൾ നമുക്ക് തോന്നേണ്ടത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹത്തിൻ്റെ ഒരു തുറന്ന ബൈബിളാണ് കുരിശുരൂപം എന്ന് പറയണത്. അതുകൊണ്ട് തന്നെ കുരിശുരൂപം, ചിലരെന്നോട് ചോദിക്കും, അച്ഛാ കുരിശുരൂപം വീട്ടിൽ വെക്കാൻ പറ്റുമോ അച്ഛാ? എന്താണ് കാര്യം? അന്ധവിശ്വാസികളെ, വിശുദ്ധ അന്ധവിശ്വാസികളുണ്ടേ. കുറേ ആൾക്കാർ അവിശുദ്ധ അന്ധവിശ്വാസികളെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് അവിശുദ്ധ അന്ധവിശ്വാസികളും പിന്നെ വിശുദ്ധ അന്ധവിശ്വാസികളും. അവർ വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഇതിൻ്റെ അകത്ത് കുറേ, അച്ഛാ കുരിശുരൂപം വീട്ടിൽ വെക്കാമോ അച്ഛാ? എന്നോട് നേരെ പച്ചക്ക എൻ്റെ മുഖത്തൊക്കെ ചോദിക്കണാണേ. അപ്പോൾ എന്താ കാര്യം? കുരിശുരൂപം വീട്ടിൽ വെച്ചാൽ നമ്മൾ മരിക്കുമ്പോൾ തലയ്ക്കുഭാഗത്ത് വെക്കണമല്ലേ കുരിശുരൂപം. അപ്പോൾ വീട്ടിൽ മരണം ഉണ്ടാകുന്ന അവർ വിശ്വസിക്കണത്. പരിപാടി തിണ്ടിയില്ലേ? പിശാച് എന്തും തന്ത്രപരമായിട്ടാണ്. പക്ഷേ കുരിശിൽ കർത്താവ് കിടക്കുമ്പോൾ എന്താ തോന്നണത്? അത് 3:16. അത് 3:16. എന്താണത്? തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ഇത്രമാത്രം. അതാണ് സംഭവം. ദൈവം നമ്മളെ സ്നേഹിച്ചു. കൈയടിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയണത് ഒന്നും മുതലാകത്തില്ല. അതാണ് പ്രശ്നം. ഒന്നും മുതലാകത്തില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാകണം. എന്താ ഒന്നും മുതലാകത്തില്ലെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം സ്നേഹിച്ചു. ഇനി ഏകജാതം വന്നപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താണ്? വിശേഷ വിധിയായി നിങ്ങൾ എന്താണ്? അതാണ് പ്രശ്നം. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്തതൊന്നും ദൈവത്തിന് മുതലാകത്തില്ല. 5:46 എടുത്തേ, ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ, കേട്ടോ ഒന്ന് പറഞ്ഞേ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ഒലക്ക മുഴുകി കിട്ടുമെന്നാണ് ഈ പറയണത്. മനസ്സിലായില്ലേ? നിങ്ങൾ സ്നേഹിക്കുന്നവരെ മാത്രമാണ് നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സ്വാഹ. അത്രേ ഉള്ളൂ, ഒന്നുമില്ല. അതിലായിട്ട് നോക്കി വരച്ചാൽ മതി. ദൈവം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല.
എന്താ കാര്യം? അടുത്ത നോക്കിയേ, എന്താണ്? ചുങ്കക്കാർ പോലും. അതേ, ചുങ്കക്കാർ പിന്നെയും വരാൻ തുടങ്ങി. ചുങ്കക്കാർ പോലും അന്നത്തെ ഏറ്റവും കൂടുതൽ പാപികളുടെ കൂടെ ചേർത്തിരുന്ന ആൾക്കാരെയാണ് ചുങ്കക്കാർ. വേശ്യാവൃത്തിയും ചുങ്കപ്പണിയുമാണ് യഹൂദൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത സാധനം. അവർ പോലും പറഞ്ഞേ, ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? ചുങ്കക്കാർ പോലും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നവരെ തന്നെ അവർ സ്നേഹിക്കുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ. സഹോദരൻ, കുടുംബക്കാരില്ലേ, കുടുംബക്കാരും സമുദായക്കാരും ഒക്കെ ഇല്ലേ, അവരെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ വിശേഷവിധിയായി കിടക്കുന്ന ചട്ടിങ്കലോ. എന്താണ് വിശേഷവിധിയായി? ഇവിടെയാണ് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും ദൈവത്തെ അറിയാത്തവരും അത് തന്നെ ചെയ്യുന്നില്ലേ? അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സ്റ്റാറ്റസ് ആൻഡ് റാങ്കിങ് വർദ്ധിപ്പിക്കണം. എന്ത് ചെയ്യണം? അതായത് നമ്മൾക്ക് സ്വാഭാവികമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് സ്നേഹമായിട്ട് ദൈവം കണക്കാക്കുന്നില്ല. സ്വാഭാവികമായ കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? അമ്മ മകൾക്ക് കൊടുക്കുന്നു, അമ്മായിയമ്മ മരുമകൾക്ക് കൊടുക്കുന്നു, അങ്ങനെ നാട്ടുകാർ നമ്മളെ വീട്ടിലുള്ള ബന്ധുക്കൾക്ക് സ്വന്തപ്പെട്ട് കൊടുക്കുന്നു. ഇതൊന്നും സ്നേഹമായിട്ട് ദൈവം കണക്കാക്കുന്നില്ല. അപ്പം തന്നെ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി. ഇവിടെ എന്താ പറയണത്? മത്തായി 5:46 എന്താ പറയുന്നത്? വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുക? അപ്പം ദൈവം അവൻ പറയണ പോലെ ചെയ്യാം, പക്ഷേ വിശേഷ വിധിയായി ചെയ്യണം. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ നമ്മുടെ സ്വാഭാവിക കടമകളുടെ അപ്പുറത്തേക്കാണ് ഉടമ്പടി നിങ്ങളെ പിടിച്ചുകൊണ്ട് പോണത്, കൈ പിടിച്ചുകൊണ്ട് പോണത്. എന്ന് വെച്ചാൽ അത് നിത്യതയിലേക്കാണ്. കൈ അഴിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.